ജോഷ്ലയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജോഷ്ല, ഏറെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന, പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഒരു നാടിന്റെ ആകെ ദുരന്തത്തിന്റെ ഒരു അവസാന ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവസാന വേദന എന്ന് പറയാം. മൃതദേഹം 8 പേരുടെയും മൃതദേഹം ഒരുമിച്ച് സംസ്കരിക്കുകയാണ്. ഒരു നാടാകെ വേദനയിൽ കഴിയുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുരന്തം സംഭവിച്ച ദുരന്തമുഖത്തു നിന്നും രക്ഷപ്പെട്ടു വന്നവർ, അവരിൽ ഇനി ആരാണ് ബാക്കിയുള്ളവരെല്ലാം തന്നെ ഇതിനു മുമ്പ് മരിച്ചവരെ തിരിച്ചറിയാത്ത അവസ്ഥ. മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളായി നമുക്ക് ലഭിച്ച അവസ്ഥ. അത്തരത്തിൽ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയി അവസാനം തിരിച്ചറിയാനാവാത്ത 67 മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 8 മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 മതങ്ങളുടെയും, ക്രിസ്ത്യൻ മതത്തിന്റെയും ഹിന്ദു മതത്തിന്റെയും അതുപോലെ തന്നെ ഇസ്ലാം മതത്തിന്റെയും പ്രാർത്ഥനകൾക്ക് ശേഷം, സർവമത പ്രാർത്ഥനകൾക്ക് ശേഷമാണ്, ആ ചടങ്ങിന് ശേഷമാണ് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ ഓരോന്നായി കുഴിമാടത്തിലേക്ക് എടുത്തത്. ഓരോ മൃതദേഹവും സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ മൃതദേഹം സംസ്കരിക്കാനായി ഈ കുഴിമാടത്തിലേക്ക് ഇറക്കിയിരിക്കുന്നതാണ്. ജനപ്രതിനിധികൾ, മന്ത്രിമാർ അടക്കമുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ആരാണ് എന്താണ് എന്നറിയാത്ത ബന്ധുക്കൾ അടക്കം ഈ ഒരു സംസ്കാര ചടങ്ങിൽ, തങ്ങളുടെ ബന്ധുക്കൾ ഇതിലുണ്ടോ എന്നറിയാതെ സംസ്കാര ചടങ്ങിൽ ഒരു നാടിന്റെ മുഴുവൻ ആളുകളും, ഈ ദുരന്തത്തിൽ ബാക്കിയായ എല്ലാ ആളുകളും ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ബന്ധുക്കൾ ഇതിലുണ്ടോ എന്നറിയാതെ, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ പിന്നീട് DNA ടെസ്റ്റിലൂടെയും മറ്റും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇവരെ ഒന്നും തന്നെ അനാഥത്വത്തിന് വിട്ടുകൊടുക്കാതെ തങ്ങൾ കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളം കരളുറപ്പോടെ ഇവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള സന്നദ്ധ സേവന പ്രവർത്തനത്തിന് ഇറങ്ങിയ ആളുകളടക്കം ഈ ഒരു സംസ്കാര ചടങ്ങിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ട് PPE കിറ്റുകൾ ധരിച്ചാണ് സന്നദ്ധ പ്രവർത്തകരടക്കം ഈ മൃതദേഹങ്ങൾ കുഴിമാടത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി എല്ലാ കാര്യങ്ങളിലും ക്രമീകരിച്ചുകൊണ്ടുള്ള സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ആരും ബഹളമൊന്നുമില്ലാതെ കൃത്യമായി ജാതി മത ഭേദമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി ഇവരെ യാത്രയാക്കുകയാണ്. ഒരു മനസ്സായി ഒറ്റക്കെട്ടായി ജീവിച്ച ഒരു ഗ്രാമത്തിലെ ജനങ്ങളിൽ 8 പേരുടെ മൃതദേഹമാണ് തിരിച്ചറിയാതെ ഇപ്പോൾ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ദുരന്ത ഭൂമിയായി മാറിയ പുത്തുമലയുടെ താഴ്വാരത്തിൽ ഇവർ ഇനി അന്ത്യവിശ്രമം കൊള്ളും. പുത്തുമലയുടെ താഴ്വാരത്തിൽ ഹാരിസൺ എസ്റ്റേറ്റിന്റെ ഭൂമിയിലാണ്, 64 സെന്റ് ഭൂമിയിലാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത്. ഏകദേശം 10 മണിയോടുകൂടി തന്നെ, ഏകദേശം 9:30 തന്നെ പുത്തുമലയിലെ ഈ കുന്നിൻ മുകളിൽ മൃതദേഹങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം സർവമത പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ താഴ്വാരത്ത് 30 കുഴികൾ ക്രമീകരിച്ചിരുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. ഇതിൽ ആദ്യത്തെ 8 കുഴിമാടത്തിലാണ് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുക. നേരത്തെ തന്നെ 9 മൃതദേഹങ്ങൾ കൊണ്ടുവരും എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു. എന്നാൽ 8 മൃതദേഹങ്ങൾ മാത്രമാണ് അവസാനമായി ലഭിച്ച, നിലമ്പൂരിൽ നിന്നും ചാലിയാറിൽ നിന്നും ലഭിച്ച അവസാനമായി ലഭിച്ച മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതിനാൽ അവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. ആ രീതിയിൽ ഇപ്പോൾ 8 മൃതദേഹങ്ങൾ മാത്രമാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നാളെ വൈകുന്നേരം 4 മണിയോടുകൂടി എല്ലാ മൃതദേഹങ്ങളും, അതുപോലെ തന്നെ തിരിച്ചറിയാത്ത എല്ലാ മൃതദേഹങ്ങളും, അതുപോലെ തന്നെ മൃതദേഹ ഭാഗങ്ങളും സംസ്കരിക്കും എന്നുള്ളതാണ് നേരത്തെ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ 4 മണിക്ക് ഈ കുഴിമാടങ്ങളിൽ, 30 കുഴിമാടങ്ങളിൽ സംസ്കാര ചടങ്ങ് നടക്കും. അങ്ങനെ ഒരു മനസ്സായി ഒരുപോലെ ജീവിച്ച ഒരു ജനവിഭാഗം ഇവിടെ ഒരേപോലെ മണ്ണിലേക്ക് മടങ്ങുകയാണ്. ഷമി, ജോഷ്ല ആണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. ജോഷ്ല, തുടരുക. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വയനാട് ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാനാകാത്ത 8 മൃതദേഹങ്ങളുടെ സംസ്കാരം ചടങ്ങുകളാണ് നടക്കുന്നത്. മൃതദേഹം മറവ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സർവമത പ്രാർത്ഥനയോടെയാണ് സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയത്. കേരളത്തിൻ്റെ അന്ത്യാഞ്ജലി
അർപ്പിക്കുകയാണ്. ഈ തിരിച്ചറിയാനാകാത്ത 8 മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ ആരെയും വേദനിപ്പിക്കുന്നതാണ്. ഷമി, ഒരു നാടാകെ തേങ്ങുകയാണ്. എങ്കിൽ പോലും ബാക്കിയായ ജീവനുകളുടെ പുനരുജ്ജീവനം അത് മാത്രമാണ് ഒരു നാടിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവരെ വേദനിപ്പിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു തരത്തിലുമുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളിലടക്കം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് ഇങ്ങനെ മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരു കാലത്തും അവർക്കൊരു പ്രതിഷേധ സ്വരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിമുഖതയോ കാട്ടാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു രംഗത്തേക്ക് അവരെ നയിക്കാൻ പാടില്ല എന്നുള്ള കൃത്യതയാർന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ കൂട്ടമായുള്ള സംസ്കാര ചടങ്ങുകൾ എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു സർവ മത പ്രാർത്ഥനയടക്കം നടത്തിക്കൊണ്ട് ആരെങ്കിലും ഇവരിൽ പിന്നീട് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടാൽ അവർക്ക് ഒരു മാനസിക പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവരുടെ DNA അടക്കം ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം അവർക്ക് ഓരോ മൃതശരീരത്തിനും ഓരോ നമ്പർ നൽകിക്കൊണ്ട് വിശദ വിവരങ്ങളടക്കം കുഴിമാടത്തിന് മുകളിൽ രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും സംസ്കാരം നടക്കുക. പിന്നീട് എപ്പോഴെങ്കിലും ഒരു പരാതിയോ മറ്റോ ഉണ്ടായാൽ ഇതിലൂടെ ടെസ്റ്റ് നടത്താം എന്നുള്ളത് കൂടി പരിഗണിച്ചുകൊണ്ടാണ്, ബന്ധുക്കളെ ആകെ കൂടി പരിഗണിച്ചുകൊണ്ടാണ്, അവരുടെ ഇന്നത്തെ നില മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഭാവിയിൽ അവരുടെ മാനസിക നില എന്തായിരിക്കും, അതിൽ പോലും ഒരു ക്രമക്കേട് വരാനോ അവർക്ക് തെറ്റിദ്ധാരണ പടരാനോ പാടില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. അതിൽ കേരളം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. സർവകക്ഷി യോഗത്തിലടക്കം ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് എല്ലാവരിലും ഇതിന്റെ ഒരു ബോധ്യപ്പെടുത്തൽ കൂടി ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ചടങ്ങിലേക്ക് പോയത് എന്നുള്ളതാണ്. പുത്തുമലയിലാണ്, നേരത്തെ ദുരന്ത ഭൂമിയായി മാറിയ പുത്തുമലയിലാണ് ഇവർ അന്ത്യവിശ്രമം കൊള്ളുക. അതിനായി ഇവിടെ 30 കുഴികളാണ് എടുത്തിരിക്കുന്നത്. ഈ 30 കുഴികളിൽ നാളെ ആയിരിക്കും മുഴുവൻ പേരുടെയും സംസ്കാരം, അതായത് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളുടെ സംസ്കാരം നാളെ വൈകുന്നേരം 4 മണിയോടുകൂടിയായിരിക്കും നടക്കുക. പുത്തുമലയിലെ ഈ താഴ്വരയിൽ ഇനി അവർ അന്ത്യവിശ്രമം കൊള്ളും. നേരത്തെ തന്നെ ഒരുപോലെ ഒറ്റക്കെട്ടായി ഒരുപോലെ ജീവിച്ച എല്ലാ മതവിഭാഗങ്ങളുടെയും ഉത്സവങ്ങളെല്ലാം തന്നെ ഒരുപോലെ ആഘോഷിച്ചവരായിരുന്നു ഈ പ്രദേശത്തുള്ളവർ. ആർക്കും ഒരു ജാതി മത വ്യത്യാസമുണ്ടായിരുന്നില്ല, രാഷ്ട്രീയ വ്യത്യാസമുണ്ടായിരുന്നില്ല. രാത്രി കാലങ്ങളിൽ ഒരുമിച്ച് സംഘടിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്ന ഒരു ഗ്രാമത്തിന്റെ ആകെ കൂടിയുള്ള ഒരു സങ്കടത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് പങ്കുവെച്ചവർ അവർ ഇപ്പോൾ യാത്രയാവുകയാണ്. അവരിൽ ഇനി ബാക്കി വന്നവർ മാത്രമാണ് അവരെ തിരിച്ചറിയേണ്ടിയിരുന്നത്. എന്നാൽ അത് തിരിച്ചറിയാൻ മാത്രമുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. കാരണം ചില മൃതശരീരങ്ങളുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയത്. ഒരു രാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ജനസമൂഹത്തെ ആകെ ദുരന്തം കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അതിൽ ജീവൻ രക്ഷപ്പെട്ടവർ മാത്രമാണ് ജീവൻ രക്ഷപ്പെട്ടവർക്ക് മാത്രമാണ് അവരെ തിരിച്ചറിയാൻ സാധിക്കുക. എന്നാൽ അത്തരമൊരു മാനസികാവസ്ഥ പോലും അവർക്ക് ഇല്ല എന്നുള്ളതാണ്. അവരെ അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുക, കരളുറപ്പുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ സർക്കാരും കേരളം ഒന്നാകെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരിച്ചറിയാത്തവരെ ഇനി എപ്പോഴെങ്കിലും തിരിച്ചറിയാനുള്ള എല്ലാ സാധ്യതകളും അവർക്കായി ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് ബന്ധുക്കൾക്ക് എല്ലാവരും തന്നെ കൗൺസിലുകളടക്കം നടത്തി അവരെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം നടക്കുന്നുണ്ട്. മാത്രമല്ല പുനരുജ്ജീവനത്തിന്റെ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇന്ന് സർവമത പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും എന്നും പരാതിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവാൻ മുന്നോട്ട് ജീവിക്കാൻ പാകമാകുമാറ് സർവമത പ്രാർത്ഥനകളടക്കം നടത്തി സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്.